സോ ഗൈസ് വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് നമ്മളെ വണ്ടി എടുത്തിട്ട് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. നമ്മളെ ബൈക്ക് കണ്ട വേറെ ലെവല് ബൈക്കല്ലേ, ഇത് R15 ആണെന്ന് തോന്നണ്. അതന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ്. വണ്ടി എങ്ങനെയുണ്ട് ഗൈസ്? വേറെ ലെവലല്ലേ, പെയിന്റ് ഒക്കെ എങ്ങനെയുണ്ട്? ഓക്കെ, നമുക്ക് എന്തായാലും വീട്ടിലോട്ട് പോവാം. മതി, ഇനി ഇവിടെ കൂടുതൽ കറങ്ങി നടക്കണ്ട. ഒന്നാമത് പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലാണ്. ഹെൽമെറ്റും വെച്ചിട്ടില്ല, വണ്ടിക്കാണെന്നുണ്ടെങ്കിൽ നമ്പർ പ്ലേറ്റും ഇല്ല. എന്തായാലും എന്നെ പിടിച്ച് അകത്ത് വിടും. പിന്നല്ല വണ്ടിയും പിടിക്കും, പിന്നെ അവർ തോന്നിയ പോലെ ഫൈനും തരും. ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മളെ വീട്. നമുക്ക് നല്ല നേരെ വീട്ടിലോട്ട് പോയിട്ട് കുറച്ചു നേരം TV കണ്ടിരിക്കുക ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ അത് വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. നമ്മളെ വണ്ടിയുടെ ചാവി എടുത്തോന്ന് നോക്കിയതാണ് കേട്ടോ പോയിട്ട്. അല്ലെങ്കിൽ ഇവിടെ മൊത്തം കള്ളന്മാരാണ് ഗൈസ്. ആരിൽ വണ്ടി എടുത്ത് കൊണ്ടുപോകും. ആകെയുള്ള ഒരു ബൈക്കാണ്. നമ്മളെ പട്ടിക്കുട്ടിക്ക് നമ്മളോട് എന്തോ പറയാനുണ്ട് തോന്നുന്നു. അവൻ കുറെ നേരമായി നമ്മളെ വെയിറ്റ് ചെയ്ത് ഇവിടെ നിൽക്കുന്നൊക്കെ പറയുന്നുണ്ട്. എന്താ എനിക്കെന്തോ പറയാനുള്ള പോലെ എനിക്ക് തോന്നുന്നുണ്ടല്ലോ. അത് പിന്നെ ഫ്രാങ്ക്ലിനെണ്ണ വേറെ ഒന്നുമില്ല, നമ്മളെ പോലീസ് സ്റ്റേഷനിലാണെന്നുണ്ടെങ്കിലല്ലേ ഒരു ഗോൾഡൻ പോലീസുകാർ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാർ നമുക്ക് മേലെ അടിച്ചു മാറ്റി കൊടുന്നല്ല. ഒന്ന് ആലോചിച്ചൊക്കെ, ഗോൾഡൻ കാറാണ്. അത് വിറ്റാ പിന്നെ നമുക്ക് എത്ര ക്യാഷ് കിട്ടും എന്നൊക്കെ ഒന്ന് ആലോചിച്ചൊക്കെ. ഗോൾഡൻ കാറാ വിറ്റാലിപ്പോ കാറും അല്ലേ? ഒന്നാമതൊരു കാറിന് തന്നെ ഒരു 5-6 ലക്ഷം ഉണ്ടാവും. അത് കൂടാണ്ട് ഒരു ഗോൾഡൻ ആയാൽ അതിന് അപ്പുറം നമുക്ക് ക്യാഷ് കിട്ടും. അപ്പോ ഇതെവിടെ ഇരിക്കണെന്ന് ഇവനിപ്പോ എങ്ങനെ ഇത് കണ്ട്? എടാ ഇജെങ്ങനെ ഇത് കണ്ട്? അത് പിന്നെ ഞാന് എന്തേലും തിന്നാൻ കിട്ടുമോ നോക്കാൻ വേണ്ടി അവിടെ പോയപ്പോ ഫ്രണ്ടില് പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു വണ്ടി. ഫ്രണ്ടില് തന്നെ അവര് പാർക്ക് ചെയ്തിട്ടിരിക്കേ? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. അവര് ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാറില്ല വണ്ടി. ഒരു മിനിറ്റ്, എനിക്കാരെ വിളിക്കുന്നുണ്ട്, ഒന്ന് നോക്കി നോക്കട്ടെ. വിളിച്ചത് വേറെ ആരുമില്ല. നമ്മളിപ്പോ വണ്ടിയിട്ട് കറങ്ങി വന്നിട്ട് നമ്മളെ ജോലിക്ക് പോവാൻ വേണ്ടിയിട്ട് നിൽക്കായിരുന്നു. അപ്പം ആ സമയത്ത് ഇവൻ എന്തായാലും ഗോൾഡൻ കാറിന്റെ കാര്യം പറഞ്ഞേക്ക് നമ്മളിന്ന് ജോലിക്ക് പോണില്ല ഗൈസ്. ഇന്ന് ഞാൻ ഗോൾഡൻ കാറിന്റെ സ്റ്റീൽ ചെയ്ത് കൊടുന്ന നമുക്ക് കുറെ കാലത്തിന് ജോലിക്ക് പോകണ്ടല്ലോ. ഞാൻ അവന്മാരോട് അതൊക്കെ കണ്ട് പറഞ്ഞ് ഞാൻ 4-5 മാസത്തിന് ജോലിക്ക് പോകൂല ഗൈസ്. നമുക്ക് അത്യാവശ്യം ക്യാഷൊക്കെ കിട്ടില്ലേ. എടാ പിന്നെ അത് വണ്ടി അവിടെ എപ്പോഴും ഉണ്ടോ? എപ്പോഴും ഉണ്ട് ഫ്രാങ്ക്ലിനെണ്ണ. കുറെ പോലീസുകാരൊക്കെ അവിടെ നിന്നായിരുന്നു. വണ്ടി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. എന്നാ ഒരു മിനിറ്റടാ, നീ അവിടെ നിൽക്ക്. നമുക്ക് മേലെ പോയിട്ട് നമ്മളെ വെപ്പൺസ് ഒക്കെ ഇങ്ങോട്ട് എടുത്തോണ്ട് വരാം. എന്നിട്ട് നമുക്ക് നേരെ അവിടെ പോയിട്ട് ആ വണ്ടി അങ്ങോട്ട് മെല്ലെ അടിച്ചു മാറ്റി കൊണ്ടുവരാം. എന്തായാലും നമ്മൾ ഡെയിലി പണിക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ 5000 രൂപ നമ്മൾ കിട്ടുന്നുണ്ട്. നമുക്ക് 5000 രൂപ ഡെയിലി കിട്ടുന്നുണ്ട്. അത് നേരെ മറിച്ച് അതൊക്കെയാണ് ആ ഒരു വണ്ടി എടുത്തു കൊടുന്ന് സെയിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ഗൈസ്. അതിനായിട്ട് അപ്പുറം പൈസ നമുക്ക് കിട്ടും. പിന്നെ കുറെ കാലത്തിന് പണിക്കും പോവണ്ട. ഞാൻ എന്തായാലും വെപ്പൺസ് എടുക്കട്ടെ ഗൈസ്. ഇവിടെയാണ് ഞാൻ എൻ്റെ വെപ്പൺസ് വെച്ചത്. ഓക്കെ ഗൈസ്, ഞാൻ അവിടെ കുറേ വെപ്പൺസ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ മതിയായിരിക്കും അവന്മാരായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവര് കുറെ ആൾക്കാരുണ്ടാവും, ഞാൻ ഒറ്റക്കും കൂടിയാണ്. അത് ആലോചിച്ച് നോക്ക് നിങ്ങൾ. അപ്പോൾ ഈ ഒരു ഗൺസൊക്കെ നമുക്ക് അത്യാവശ്യമാണ് ഗൈസ്. അവരൊക്കെ എല്ലാവരേക്കാളും ഒരേ ഗൺസൊക്കെ ഉണ്ടാവും. ഞാൻ ഒറ്റക്ക്, അവന്മാർ കുറെ ആൾക്കാരുണ്ടാവും, ടീമൊക്കെ. അവരണ്ട് അടിച്ചിടാ വണ്ടി എടുക്കാൻ അങ്ങോട്ട് വരിക. ഇവിടെ പട്ടിക്കൂട്ട, ഞാൻ എന്തായാലും പോയിട്ട് വരാം. നമ്മള് R15 എടുത്തിട്ട് പോവുക. അല്ലെങ്കിൽ വല്ല എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് പോലീസുകാരൊക്കെ പെട്ടെന്ന് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി എടുത്തിട്ട് വരാം. എന്തായാലും എടുക്കാൻ പറ്റും ഗൈസ്, എനിക്ക് എന്തായാലും ഉറപ്പാണ്. ഞാൻ എങ്ങനെയായാലും എടുത്തിട്ട് വരും. എന്നാലും നടക്കാൻ വയ്യ ഗൈസ്, അതുകൊണ്ടാണ് ബൈക്ക് എടുത്തത്. ഓക്കെ, ഇവിടെ നമുക്ക് മെല്ലനെ കയറി പോകണം. ഒരു കേസ് കൊടുക്കാൻ പോണ ആളെ പോലെ പോവാം. എന്നാലേ അവർക്ക് മനസ്സിലാവാണ്ടിരിക്കുള്ളൂ. ഒരു കേസ് കൊടുക്കാൻ പോണ പോലെ ആളെ പോലെ പോയാൽ മതി. വണ്ടി നമുക്ക് ഇവിടെ നിർത്തണ്ട. ഇനി അവന്മാർ അതിനെ പിടിച്ച് തല്ലും നമ്മളെ. ഇവിടെ എല്ലാവരും വണ്ടി ഉണ്ട് എന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ തന്നെ വണ്ടി നിർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. എടാ വണ്ടി ഇവിടെ സ്പെഷ്യലായിട്ടൊരു പാർക്കിംഗ് കോളം വരച്ചിട്ടുണ്ട്. കൊന്നണ ആ വണ്ടി ഇവിടെ തന്നെ ഉണ്ട് കേസ്. അല്ലാണ്ട് ഇവന്മാർ ഇങ്ങനെ ചെയ്യൊന്നുമില്ലല്ലോ. എന്നാലും ഉള്ളിലോട്ടൊന്ന് കടന്നു പോയി ചോദിച്ചോക്കട്ടെ അവരോട്. ഞാൻ സാർ ഒരു കേസ് കൊടുക്കാൻ വന്നതാണ്. സാർ ഇപ്പൊ കേസ് കൊടുക്കാൻ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയോ? ഇവിടെ സാറ് ഒരു വണ്ടി ഇമ്പോർട്ട് ചെയ്ത കാര്യം ചർച്ച ചെയ്യാണ്. ഏത് വണ്ടി ഇമ്പോർട്ട് ചെയ്ത കാര്യം? അതൊന്നും നീ അറിയണ്ട. ഒരു പോലീസിത്തെ ഒരു റയർ വണ്ടിയാണ്. ഒരു ഗോൾഡൻ വണ്ടിയാണോ? അത് നിനക്ക് എങ്ങനെയാ അറിയാ? നീ എങ്ങനെയാടാ അതൊക്കെ അറിഞ്ഞ്? അല്ല സാറേ, ഞാൻ വെറുതെ പറഞ്ഞാണ്. ഞാൻ വെറുതെ തമാശക്ക് ഇങ്ങനെ പറഞ്ഞപ്പോ നിങ്ങളെ ശരിയായോ? അത് തന്നെയാണ്. നീ പോയിട്ടേ കുറച്ചും കൂടി കഴിഞ്ഞിട്ട് പോയോ? ശരി സാറേ. നമ്മളെ പ്ലാനൊക്കെ മൂഞ്ചിന്നാ തോന്നണ്.
ഗൈസ് ഇവന്മാര് വണ്ടി ഇമ്പോർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് എന്നാ പറയണേ. വണ്ടി ഇവിടുന്ന് വലിയ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടയാടേ. നമുക്ക് എന്തായാലും വീട്ടിൽ പോയിട്ട് നമ്മളെ പട്ടിക്കുട്ടിനോട് ഒന്നും കൂടി ഒന്ന് ചോദിച്ചു നോക്കട്ടെ, അവൻ നമ്മളെ പറ്റിച്ചതാണോ എന്ന് അറിയണ്ടേ ഗൈസ്. റോഡിനെ മുന്നിന്ന് മാറോ, ഗുണ്ടായിസം കാണിക്കാൻ നടക്കണു. ഇല്ല ചേട്ടാ, ചേട്ടൻ ബൈക്കോ. ചേടാ എന്നാലും നമ്മളെ പട്ടിക്കുട്ടനെ എവിടെ പോയി? ഈ ലംബോർഗിനിക്കാരൻ പോയില്ലേ നമ്മളെ കളിപ്പിക്കാക്കെ? ഫ്രാങ്ക്ലിൻ അണ്ണ ഞാൻ ബാക്കിലുണ്ട്, ഇങ്ങോട്ടൊക്കെ. ബാക്കിലോ? ഈ കള്ളപ്പന്നി ഇവിടെ ഉണ്ടായിരുന്ന? എടാ നായേ, ജിന്നെ പറ്റിച്ചില്ലേ? എന്റെ 4 മാസത്തെ ജോലി അങ്ങോട്ട് ഞാൻ കട്ട് ചെയ്ത്, എന്നിട്ടാണ് ഞാൻ ആ ഗോൾഡൻ വണ്ടി എടുക്കാൻ വേണ്ടി പോയത്. അവന്മാര് പറയണ ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുപോയിന്ന്. അത് പിന്നെ ഫ്രാങ്ക്ലിൻ ബൈ, എന്റെ ഒരു ചെറിയൊരു തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കണം. ഇതിനൊക്കെ ക്ഷമിക്കാനൊരു പരിധി വേണ്ടടാ. ഒരു കാര്യം ചെയ്യാ, വീട്ടിലേക്ക് പോവാ. ഒരു പാത്രം നമുക്ക് 2 ആൾക്ക് എടുത്തിട്ടേ, ഇനി വേറെ ഒന്നും ചെയ്യാല്ല, അതന്നെ വഴിയുള്ളോ. ആ അതന്നെ വായോ. ആ പട്ടിക്കുട്ടന്റെ വാക്കും കേട്ട് നടന്നിട്ട് ഇപ്പൊ ഇതാണല്ലോ എന്റെ അവസ്ഥ. ഉള്ള വീടും വിറ്റ് ഇപ്പൊ വീട് പോലും ഇല്ല എനിക്ക്. ഇപ്പൊ ഇങ്ങനെ ജീവിക്കേണ്ടി വന്ന്. ചേച്ചി വല്ലതും തരണേ. ആ പാത്രത്തിൽ 1 രൂപ 2 രൂപ എത്ര രൂപ ഇട്ടിട്ട് പോണേ. ആ കള്ള പട്ടീനെ ഞാൻ കാണട്ടെ, ഓനൊന്ന് ശരിയാക്കി എടുക്കണം.